കൊള്ളയാളെ. അത് ഇപ്പം ആരോടെങ്കിലും പറഞ്ഞ ഇവിടെ വള്ളം വന്നെന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും അല്ല, ഇപ്പം എനിക്ക് 72 വയസ്സായി. മനസ്സിലായി. 10-60 വയസ്സിന് മുമ്പ് നടന്ന കഥകളാണ് ഇതൊക്കെ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാങ്ങാനം തുരുത്തേപ്പാലത്തിന് സമീപമാണ്. ഇപ്പം രാവിലെ കോട്ടയത്തിന് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെയൊക്കെ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ തോടുകളും ആറുകളും എല്ലാം ഒരുപാട് ചെളിയൊക്കെ നിറഞ്ഞ് ഒരു വലിയ മണ്ണൊക്കെ കൂടുതൽ നിറഞ്ഞൊരവസ്ഥയിലാണ്. ഇത് മാങ്ങാനം തുരുത്തേപ്പാലം. ഈ പാലത്തിന് സമീപത്തോടെ ഒഴുകുന്ന ഒരു ചെറിയ തോടാണ്. ചെറിയ തോടാണെന്ന് പറഞ്ഞാലും ഒരുപാട് വെള്ളം ഒഴുകി പൊക്കോണ്ടിരുന്നൊരു സ്ഥലം കൂടിയായിരുന്നു. എന്നാൽ ഇത് കാലക്രമേണ മാലിന്യങ്ങളെല്ലാം നിറഞ്ഞ് വെള്ളമൊഴുക്കെല്ലാം നിലച്ച് ഇത് മുഴുവൻ മാലിന്യ ജലം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്നാൽ ഇത് ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഇതിന് ആഴം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പുതുപ്പള്ളി തന്നെയല്ല, പല ജില്ലകളിലും ഇതുപോലെ തന്നെ തോടുകളൊക്കെ ഇതുപോലെ മണ്ണൊക്കെ വന്ന് നിറഞ്ഞ് ഒറ്റ മഴ പെയ്താൽ പ്രളയത്തിന് സമാനമാകുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് ആൾക്കാരാണ് പുതുപ്പള്ളിയിലും പരിസരങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പെട്ടെന്ന് വെള്ളം പൊങ്ങി പ്രളയത്തിന് സമാനമായിട്ട് വെള്ളം അങ്ങ് പൊങ്ങുകയാണ്. അത് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള തോടുകളൊക്കെ മണ്ണ് നിറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. പണ്ട് കാലത്തൊക്കെ മണ്ണ് വാരിച്ച ഉണ്ടായിരുന്നു. എന്നാൽ മണ്ണ് വാരിച്ച നിലച്ചതോടെയാണ് ഇത് കണ്ട് ഈ പാലത്തിന്റെ സമീപത്ത് ഈ പാലം അപകടാവസ്ഥയിൽ ഇരിക്കുകയാണ്. ഇവിടെ എല്ലാം കാറ് വരുന്നവർ, രാവിലെ വരുന്നവരെല്ലാം പാക്കറ്റ് പഴി ഇങ്ങോട്ട് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പോവുകയാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇവിടുത്തെ ഒരു വീഡിയോ എടുത്താണ്. ഇവിടെ മാലിന്യങ്ങൾ, ഇവിടെ കുറേ അതിഥി തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഒരു ലോഡ്ജ് പോലെ ഒരു സ്ഥലമാണ്. അവിടെ എല്ലാം മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു കാഴ്ച. ഈ പാലത്തെ കൂടെ വരുന്നവരെല്ലാം ഇങ്ങോട്ടാണ് മാലിന്യങ്ങൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് വളരെ നല്ല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുത്തത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതല്ലേ, കൂട്ടാറ്റിലുമൊക്കെ മറ്റു ഒറ്റ മഴയ്ക്ക് പ്രളയത്തിന് സമാനമായിട്ടുള്ള വെള്ളമാണ് വന്നത്. ഈ വെള്ളം തോടൊക്കെ നികന്ന് കിടക്കുന്നതുകൊണ്ട് ഇതെല്ലാം കരയിലൂടെ ഒഴുകുമ്പോഴാണ് എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കയറുന്നത്. നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ പല സ്ഥലങ്ങളിലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ പോലും ഈ കഴിഞ്ഞ കാലത്ത് വെള്ളം കയറി പ്രളയത്തിന് സമാനമായ അവസ്ഥയുണ്ടാകുകയും ഫയർവേഴ്സ് വന്ന ആൾക്കാരെ അപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയെല്ലാം നമ്മൾ കണ്ടതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ എല്ലാം ഇട്ടതാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ വെള്ളപ്പൊക്കത്തെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഈ ഒരു തോടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് ഇറിഗേഷൻ വകുപ്പ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പുതുപ്പള്ളിയിലൊക്കെ മിക്ക തോടിൻ്റെയൊക്കെ അവസ്ഥ പറയുമ്പോഴത്തേന് ഇവരെല്ലാം പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു മനോഭാവമാണ് കാണിക്കുന്നത്. ഈ തോടുകളൊക്കെ വൃത്തിയാക്കി ഇപ്പം നമ്മുടെ നാരകത്തോട് തൊട്ട് പുതുപ്പള്ളി കൊടുവരാറ് വരെ ഒരിക്കലും വെള്ളം നടന്നു പോകാൻ പോലും പറ്റാത്ത വിധത്തിൽ പല സ്ഥലങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ഇതുപോലെ മണ്ണ് വാരുന്നതിന് മാത്രമേ നിയമത്തിന് തടസ്സമുള്ളൂ. പക്ഷേ ഇതുപോലെ വാരി കരയിലിടുന്നതിന് ഒരു തടസ്സവുമില്ല. അതൊക്കെ പഞ്ചായത്തുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പുതുപ്പള്ളി കന്നുകുഴിപ്പാലമാണ്. ഇവിടുത്തെ ഒരു കാഴ്ചയും കൂടെ നിങ്ങളൊന്ന് കാണുകയാണ്. ഒരു കാലത്ത് പുതുപ്പള്ളിയിലെ ഒരു പ്രധാന ഒരു കവലയായിരുന്നു ഈ കന്നുകുഴി പാലത്തിൻ്റെ സ്ഥലം. ഇപ്പം ഈ ഇതുണ്ട്, ഇവിടുത്തെ തോടിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടേ. ഇതിലെയൊക്കെ പണ്ട് കാലങ്ങളിൽ വള്ളം വന്ന് ഇവിടെ വ്യാപാരങ്ങൾ നടന്നൊരു സ്ഥലമാണ്. ഇപ്പം വള്ളം പോയിട്ട് അതിൽ നടന്ന് പോലും പോകാൻ മേലാത്തൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തൊഴിലുറപ്പുകാരുടെയൊക്കെ ഒരു ബോർഡ് അവിടെ ഇരിക്കുന്നത്. തൊഴിലുറപ്പൊക്കെ ഇങ്ങനെ അവരൊക്കെ ഇപ്പം കാണുന്നേയില്ല, ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് കാണുന്നേയില്ല. ഉഴപ്പ് കാണുന്നുണ്ട്, ഉറപ്പ് കാണുന്നില്ല. കണ്ടോ, ഇതിലെയൊക്കെ വെള്ളം പോലും ഒഴുകാൻ മേലാത്ത അവസരം. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളും മീൻ പിടിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. എന്നാൽ ഇന്നിത് നിർജീവമായ അവസ്ഥയാണ്. നമ്മുടെയൊക്കെ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട നട്ടെല്ലാണ് തോടുകൾ. കാരണം ഓരോ വർഷം ചെല്ലുന്തോറും വെള്ളത്തിൻ്റെ ദൗർലഭ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പാലത്തിൻ്റെ മറുസൈഡാണ്. ഈ കണ്ടത്തിലൊക്കെ നേരത്തെ പണ്ട് കാലത്ത് കൃഷി ഉണ്ടായിരുന്നതാണ്. അതുപോലെ ധാരാളം കോടിമലയെന്നൊക്കെ ഒരുപാട് വള്ളങ്ങൾ ഇവിടെ, ആലപ്പുഴയെന്ന് വരെ ഇവിടെ വള്ളം വന്ന് ഇവിടെ മീൻ വ്യാപാരം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇതൊക്കെ ഇപ്പം നമ്മൾ പിള്ളേരോടൊക്കെ പറഞ്ഞാൽ പോലും വിശ്വസിക്കത്തില്ല ഇങ്ങനൊരു സംഭവം. അപ്പോൾ നമുക്ക് ഈ തോടിൻ്റെ ഈ സൈഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതൊക്കെ തോടിൻ്റെ നടുക്ക് പുല്ല് വളരണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇതിന് ആഴം കുറഞ്ഞ് മണ്ണ് വന്ന് അടിഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെയൊക്കെ പെട്ടെന്ന് ഒരു മഴ പെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കുമ്പോഴത്തേന് വലിയ കായൽ പോലെയുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. കാരണം ഈ പ്രദേശത്ത് ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് വീട്ടുകാരൊക്കെ ഉണ്ട്. എള്ളുകാല ഭാഗങ്ങളൊക്കെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 17-ാം വാർഡൊക്കെ ഈ സൈഡിനോട് ചേർന്നാണ്.
അപ്പോൾ അവിടെയൊക്കെ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നമ്മളിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടം കൊണ്ട് തോടിൻ്റെ അവസ്ഥ തീർന്നു. പിന്നെ നമുക്കത് കണ്ടാന്നേ പറയത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ഇതിനൊന്നും പണമില്ല. ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും അനാവശ്യമായിട്ട് കളയാൻ പഞ്ചായത്തിൻ്റെയിലും ജില്ലാ പഞ്ചായത്തിൻ്റെയിലും നഗരസഭയുടെയിലൊക്കെ ധാരാളം പണമുണ്ട്. ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം ചെയ്യാൻ ആരുടെയിലും പണമില്ല. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഒരുപാട് കേബിളുകളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവിടുന്ന് താഴോട്ട് കിടക്കുകയാണ്. ഇതൊക്കെ വെള്ളം ഒഴുക്ക് വരുമ്പോഴത്തേന് തടസ്സപ്പെടുകയും ചെയ്യും. ഈ ലൈനെല്ലാം പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അല്ല, 52 വെള്ളം ഇവിടെ വന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇവിടെയോ പറയാനോ? മീൻ തരകനോ? മറിയച്ചന്റെ ഇവിടെ ആ പുള്ളിയുടെ വീട് പിടിയായിരുന്നു. ചെറിയ പഴയ ചായക്കടയും കാര്യങ്ങളൊക്കെ. ഞാൻ അന്ന് ചെറുപ്പം മുതൽ പുള്ളിയുടെ കൂടെ കളയാണ്. അപ്പൊ അതിന്റെ 2 കണക്കെടുക്കാറ്. ഒന്ന് പാപ്പു ഇരമല്ലൂക്കാർ പാപ്പു ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ബാക്കി കാര്യങ്ങളൊക്കെ എഴുതുന്നതിന് ഞാൻ സഹായിച്ചു. ചെറുപ്പമുള്ള കാര്യം പറയാൻ 52 വള്ളം ആലപ്പുഴന്ന് ഡെയിലി മീനുമായിട്ട്. അത് രാവിലെയും വരും, വൈകുന്നേരം കുറച്ച് വെള്ളമേ വരുള്ളൂ. 52 വള്ളം വരെ വന്നിട്ടുണ്ട് ഇവിടെ. ഇഷ്ടം പോലെ ലോറി, ഇഷ്ടം പോലെ സൈക്കിള്, കാളവണ്ടി, ജീപ്പ് എന്ന് വേണ്ട. ഇവിടെ ഭയങ്കരമായ ഒരു പുതുപ്പള്ളിയിലെ ആദ്യത്തെ ചന്ത എന്ന് പറയുന്നത് മുൾപ്പള്ളി വലിയ ചന്തയായിരുന്നു. മീൻ മാർക്കറ്റായിരുന്നു. മീൻ മാർക്കറ്റാണ്, ചന്തയല്ല. ചന്ത കവലയിലായിരുന്നു. മീൻ മാർക്കറ്റായിരുന്നു. വെളുപ്പിനെ 3 മണി മുതൽ ഇവിടെ ബിസിനസ് തുടങ്ങി. കോട്ടയത്തുനിന്ന് ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു മീനെ ഇറക്കാനൊക്കെ. അന്ന് ഈ കൊട്ടയ്ക്കകത്ത് ഓല വളച്ച് വെച്ചിട്ട് വല്ലം അങ്ങനെ അടിക്കാം മീൻ വന്ന്. ഒരു 25 പൈസ 4 അണ കൊടുത്താൽ ഒരു കൊട്ട മീനുമായിട്ട് ഇവിടുന്ന് ആൾക്കാർ പോകുന്നു. അന്ന് മുകളിലെ ഓർമ്മയുള്ള ആളെ. അത് ഇപ്പം ആരോടെങ്കിലും പറഞ്ഞ ഇവിടെ വള്ളം വന്നെന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും അല്ല, ഇപ്പൊ എനിക്ക് 72 വയസ്സായി. മനസ്സിലായോ? 10-60 വയസ്സിന് മുമ്പ് കാണുന്ന കഥകളാണ് ഇതൊക്കെ. അതായത് 70 മത്സരിക്കുമ്പോ എനിക്ക് 16 വയസ്സാണ്. അന്ന് മുതൽ ഞാനുണ്ടായിരുന്നു. ഇവിടെ ഒരു കോൺഗ്രസ്സുകാരൻ പറയാൻ ഞങ്ങളുടെ നാമോത്തരമായിട്ട് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാക്കെ ആയി. അന്ന് ഇതിനും വീതി ഉണ്ടായിരുന്നു ഈ തോടിന്. പിന്നെ മുഴുത്ത തോടായിരുന്നു. വള്ളമൊക്കെ വന്നാൽ ഈസിയായിട്ട് അങ്ങ് പടിഞ്ഞാറൊന്ന് ഓടുവായിട്ടാണ് വള്ളം കയറി ആണല്ലേ, ഓടുക. അപ്പൊ ഈ കാറ്റത്ത് വള്ളം ചുമ്മാ പിടിച്ചിരുന്നാൽ മതി, ലെവൽ നോക്കിയിരുന്നാൽ മതി, വള്ളം ഇങ്ങ് ഓടി. ഈ തോട് അങ്ങോട്ടും ഉണ്ട്, അപ്പുറത്തോട്ടും ഉണ്ടായിരുന്നു. അവിടം വരെ ഉണ്ട്. ഏതാ മറ്റേ അപ്പുറത്തെ വഴിയിലോട്ട് വരെ മടത്തിപ്പടി വരെ. മടത്തിപ്പടി ഇടം വരെ അവിടം വരെ ഉണ്ടായിരുന്നു അല്ലേ? ഇഞ്ചക്കാട്ട് കലിങ്ങി അവിടം വരെ. ഈ വള്ളമെല്ലാം ഇവിടെ 2 കൈത്തോടായിരുന്നു. ഒരു കൈത്തോട് അങ്ങോട്ടും ഒരു കൈത്തോട് അങ്ങോട്ടും. ഈ പറമ്പിന്റെ ഈ അവിടെ എല്ലാം വള്ളം കയറ്റിയിടും. ഇവര് പിന്നെ വെളുപ്പിനെ വന്നാലേ വള്ളം മീനെല്ലാം കഴുകി വിറ്റ് കഴിഞ്ഞ് കഴുകി വൈകുന്നേരത്തൊക്കെ നമുക്ക് അല്ല ഉച്ചയാകുമ്പോൾ. പക്ഷെ വൈകുന്നേരം വീണ്ടും വള്ളക്കാർ വരും. അന്നേരം ഇവിടെ ഈ പാലം അന്നേരം ശരിക്കും താന്ന പാലായിരുന്നു അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ പൊളിച്ച് പണിതാ. അത് പിന്നെ ആശാനെ കാതറ എന്നൊക്കെ പറയുന്നവരാണ് അന്ന് അവിടുന്ന് കൊണ്ടുവന്നവർ വള്ളത്തെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അവരുടെ മക്കളായി, അവരുടെ സഹോദരങ്ങളായി, അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള പാലായി. ഈ പറമ്പ് ഇവിടെ എല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് നശിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ്. എന്നൊക്കെ ഇവിടെ ഈ 2 പ്രാവശ്യം കൃഷിയല്ലേ. ഇപ്പോഴല്ല ഈ അതെന്നാ പണിയാൻ ആളില്ല, കൃഷി ആർക്കും വേണ്ട. ഈ പാലം പൊളിച്ച് പണിതത്തെ ഈ പാലം പൊട്ടിച്ചിട്ട് പോരുകയല്ല. അത്രയ്ക്കും വലിയ സ്ട്രോങ് ആയിട്ടുള്ള അതേ ബ്രിട്ടീഷുകാരുടെ പാലം. അതിങ്ങനെ രീതി കൂട്ടിയതൊക്കെ. അല്ല, ഞാനിപ്പം ഓർക്കുക തുരുത്തേപ്പാലത്ത് ചെയ്ത പോലെ JCB കൊണ്ട് ഇതിനെ ആഴം കൂട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല വെള്ളം കയറി വരും, ഒഴുകും. അതുപോലെയാണ്ട് പിന്നെ വേഴുവരിക്കടവെന്ന് പറയുന്നത് അവിടെ വെള്ളമൊന്നും വരാത്ത രീതി വഴി താത്ത പാലം കഴിഞ്ഞു പോണത്. ഇപ്പം മീൻ വെള്ളം കടന്നു വരാത്ത രീതി വെള്ളം വരികയല്ല. മീൻ വെള്ളം നല്ല ഒരു വെള്ളം വരിക. കാഴ്ചപ്പാടില്ലാതെ കണ്ട് പണിതാണ്. അതെ അതെ, സത്യം. പഴയ തോടല്ലേ. അതെ. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു മിനി MCF ആണ്. ഇതിന്റെ അവസ്ഥ കൂടെ നിങ്ങളൊന്ന് കാണുക. എൻ്റെ വൈഫിൻ്റെ വീട് കോട്ടയം കുമരകത്താണ്. അതുപോലെ അച്ഛൻ്റെ പെങ്ങൾ താമസിക്കുന്നത് തിരുവാർപ്പാണ്.
അപ്പൊ ഞാൻ എന്റെ ചെറുപ്പത്തിൽ തിരുവാർപ്പിലൊക്കെ പോയി നിന്നിട്ടുണ്ട്. അന്നൊക്കെ ഇല്ലിക്കപ്പാലത്ത് നിന്ന് അങ്ങോട്ട് വള്ളത്തേലായിരുന്നു അവർ ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ വൈഫിന്റെ വീട് കൊമര എന്ന് പറഞ്ഞില്ലേ, കൊമരത്തൊക്കെ ഒരുപാട് വെള്ളത്തിന്റെ പ്രശ്നമുള്ള സ്ഥലമാണ്. പക്ഷെ ഇന്ന് അവിടെയൊന്നും അല്ല വെള്ളം. ഇപ്പൊ ഏത് മഴക്കാലത്ത് വേണേലും നമുക്ക് തിരുവാർപ്പിൽ ചെല്ലാം, കൊമരത്ത് ചെല്ലാം. പക്ഷെ നമ്മുടെ നാട്ടിലാണ് വെള്ളത്തിന്റെ ഈ വെള്ളപ്പൊക്കത്തിന് ദുരിതം കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള പ്രവർത്തനമൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ വെള്ളപ്പൊക്കത്തെ ഒരു പരിധി വരെ നമുക്ക് അതിജീവിക്കാം.